Okay, so we will unbox Infinix latest budget phone Infinix Hot 10 Play. That's my first impression and first opinion I will share this video. You can see Mr. Perfect Tech YouTube channel. If you video, video like it, channel subscribe and waste it. Let's roll. So this is Infinix latest budget phone Infinix Hot 10 Play, powered by MediaTek Helio G35 with 4GB and 64GB എന്ന് എഴുതിയിട്ടുണ്ട്. നമുക്ക് ഈ ഫോൺ പെട്ടെന്ന് അൺബോക്സ് ചെയ്യാം. സോ ഇതാണ് മെയിൻ ബോക്സ് കണ്ടന്റ്. ഫോൺ ഉണ്ട്, ഹാർഡ് TPU കേസ്, സ്ക്രീൻ പ്രൊട്ടക്ടർ, ഡോക്യുമെന്റേഷൻ, 10 വാട്ടിന്റെ ചാർജർ, മൈക്രോ USB കേബിൾ. സോ ഇതാണ് ഇൻഫിനിക്സിന്റെ ഹോട്ട് 10 പ്ലേ. ഇൻ ഹാൻഡ് ഫീൽ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം വെയിറ്റ് ഉണ്ട്, 200 ഗ്രാമിൻ്റെ മേളിലാണ് വെയിറ്റ്. അതിനോടൊപ്പം തന്നെ നല്ല നീളമുള്ള ഒരു ഫോണാണ്. അതിൻ്റെ മെയിൻ കാരണമാണ് 6.82 ഇഞ്ചിൻ്റെ ഒരു വലിയ യമണ്ടൻ ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. എക്സാക്റ്റ് വെയിറ്റ് 207 ഗ്രാം ആണ്. അതിനോടൊപ്പം തന്നെ പ്ലാസ്റ്റിക്കിൻ്റെ ബാക്കാണ് കൊടുത്തിരിക്കുന്നത്, പ്ലാസ്റ്റിക്കിൻ്റെ ഫ്രെയിമാണ് കൊടുത്തിരിക്കുന്നത്. ഒരു ക്വാഡ് ക്യാമറ സെറ്റപ്പ് പോലെ ഇരിക്കുന്ന ഒരു ക്യാമറ മോഡൽ ഉണ്ടെങ്കിലും ബേസിക്കലി ഡ്യുവൽ ക്യാമറയാണ്. ഇവിടെ ഇത് ക്യാമറയല്ല, ഇതൊരു ഫ്ലാഷ് ആണ്. ഇവിടെ 2 ക്യാമറാസ് ഉള്ളൂ. മെയിൻ ക്യാമറ ഒന്നേ ഉള്ളൂ. നമുക്ക് എന്തായാലും അത് ക്യാമറയുടെ സെക്ഷനിൽ കാണാം. കൂടെ വന്നിരിക്കുന്ന TPU കേസ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഒരു ഹാർഡ് TPU കേസാണ് കൊടുത്തിരിക്കുന്നത്, പക്ഷേ എഡ്ജസ് ഒക്കെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്, അങ്ങനെ ഇഷ്യൂ ഒന്നുമില്ല. സോ ഇറ്റ്സ് ഓക്കെ. ഫോണിൻ്റെ ടോപ്പ് കംപ്ലീറ്റ്ലി എംപ്റ്റി ആണ്. റൈറ്റ് സൈഡിൽ വോളിയം റോക്കർ ആൻഡ് പവർ ബട്ടൺ ഉണ്ട്. ലെഫ്റ്റ് സൈഡിലാണ് സിം ട്രേ. ഫോണിൻ്റെ ബോട്ടം സൈഡിൽ ഹെഡ്ഫോൺ ജാക്ക്, മൈക്രോ USB സ്ലോട്ട്, പിന്നെ മൈക്ക്. ഫിംഗർ പ്രിൻറ്റ് സ്കാനർ ബാക്കിലാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഫോണിൻ്റെ മെയിൻ അട്രാക്ഷൻ ആണ് ഈ ഫോണിൻ്റെ 6.82 ഇഞ്ചിൻ്റെ ഒരു വലിയ HD+ ഡിസ്പ്ലേ. ഡ്രോപ്പ് നോച്ച് ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. NEG ഗ്ലാസിൻ്റെ പ്രൊട്ടക്ഷനാണ് വരുന്നത്. 440 നിറ്റ്സിൻ്റെ ടിപ്പിക്കൽ ബ്രൈറ്റ്നസ് ഉണ്ട്. ഈ ഫോണിൻ്റെ പ്രൈസ് വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല ഡിസ്പ്ലേ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇത്രയും വലിയൊരു ഡിസ്പ്ലേ വരുന്നതുകൊണ്ട് ആ ഒരു വ്യൂയിങ് എക്സ്പീരിയൻസ് ബെറ്റർ ആയിരിക്കും. കുറച്ചുകൂടെ നല്ല വ്യൂയിങ് എക്സ്പീരിയൻസ് കിട്ടും, കുറച്ചുകൂടെ നല്ല വൈഡ് സ്ക്രീൻ വ്യൂയിങ് എക്സ്പീരിയൻസ് കിട്ടും. പക്ഷേ അതേ സമയത്ത് ഇത്രയും വലിയൊരു HD+ ഡിസ്പ്ലേ ആയതുകൊണ്ട് പിക്സൽ പെർ ഇഞ്ച് അല്ലെങ്കിൽ പിക്സൽ ഡെൻസിറ്റി കുറവായതുകൊണ്ട് നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ ചിലപ്പോഴൊക്കെ അവിടെ പിക്സൽസ് കാണാൻ കഴിയും. കാരണം HD+ ഡിസ്പ്ലേ ആണ്, 720p റെസൊല്യൂഷനുള്ള ഡിസ്പ്ലേ ആണ്. എന്നാലും നല്ലൊരു ഡീസൻറ്റ് ഡിസ്പ്ലേ തന്നെയാണ്. നല്ല രീതിയിലുള്ള കളർ കാലിബ്രേഷനൊക്കെ ചെയ്തിട്ടുണ്ട്. സോ അങ്ങനെ ഇഷ്യൂസ് ഒന്നുമില്ല. സോ ബഡ്ജറ്റ് സ്മാർട്ട് ഫോൺ പ്രൈസ് സെഗ്മെൻറ്റിൽ നിങ്ങളൊരു വൈഡ് സ്ക്രീൻ എക്സ്പീരിയൻസ് നോക്കുന്നുണ്ടെങ്കിൽ ഇതും ഒരു നല്ല ഓപ്ഷൻ ആയിരിക്കും. ഈ ഫോണിൽ 4GB RAM ആണ് വരുന്നത്, പ്ലസ് 64GBൻ്റെ eMMC സ്റ്റോറേജ് ആണ് കൊടുത്തിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഡെഡിക്കേറ്റഡ് ആയ മൈക്രോ SD കാർഡിൻ്റെ സ്ലോട്ടും വരുന്നുണ്ട്. മീഡിയടെക്കിൻ്റെ സൈഡിൽ നിന്നുള്ള ബഡ്ജറ്റ് അല്ലെങ്കിൽ ലോവർ എൻഡ് ഗെയിമിംഗ് ചിപ്സെറ്റ് ആണ് വരുന്നത്. അതായത് ഹീലിയോ G35 12 നാനോമീറ്റർ ഒക്ടാ കോർ ചിപ്സെറ്റ് ആണ്. 2.3 GHz ടോപ്പ് ക്ലോക്ക് സ്പീഡ് ഉണ്ട്. ഗെയിമിംഗ് എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ വളരെ ലോ എൻഡ് ബഡ്ജറ്റ് ഗെയിമിംഗ് എക്സ്പീരിയൻസ് ആണ്. എന്ന് പറയുകയാണെങ്കിൽ COD ഒക്കെ ആണെങ്കിൽ ഏറ്റവും മിനിമം ലോ ഗ്രാഫിക്സ് സെറ്റിങ്സിൽ മാത്രമേ കളിക്കാൻ പറ്റുള്ളൂ. സെയിം പബ്ജിയിൽ അത് എക്സാക്ട്ലി സെയിം സംഭവമാണ്. സോ ഇതൊരു ഗെയിമിംഗ് ഫോണല്ല. ഗെയിമിംഗ് പ്രോസസ്സർ G35 ആണെങ്കിലും നോട്ട് ഫോർ ഹെവി ഗെയിമിംഗ്, ലൈറ്റ് ഗെയിമിംഗ്. ഫോർ എക്സാമ്പിൾ സബ്വേ സർഫറൊക്കെ ആണെങ്കിൽ വളരെ ഈസി ആയിട്ട് സ്മൂത്ത് ആയിട്ട് റൺ ആവുന്നുണ്ട്. പക്ഷേ ഈ ഒരു ഫോൺ ഹെവി ഗെയിമിങ്ങിന് വേണ്ടിയുള്ള ഫോണല്ല. ഔട്ട് ഓഫ് ദ ബോക്സ് ആൻഡ്രോയിഡ് 10 ആണ് വരുന്നത്. ഇപ്പോൾ ഓൾമോസ്റ്റ് ഏപ്രിൽ 2021 ആയി. മിക്ക എല്ലാ ഫോൺസിലും ആൻഡ്രോയിഡ് 11 ആണ് വരുന്നത്, പക്ഷേ ഇതിൽ ഇപ്പോഴും ആൻഡ്രോയിഡ് 10 ആണ്. അതൊരു ഡ്രോബാക്ക് ആണ്. പിന്നെ ഇൻഫിനിക്സിൻ്റെ XOS UI ആണ് വരുന്നത്. അത്യാവശ്യം ആഡ്സ് ഒക്കെ അവിടെ ഇവിടെ വരുന്നുണ്ട്, ബ്ലോട്ട് വെയർസും ഉണ്ട്. സോ പലപ്പോഴും ഇങ്ങനെ വെറുതെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ആപ്പ് റെക്കമെൻഡേഷൻസ് വരുന്നുണ്ട്. തേർഡ് പാർട്ടി ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയുള്ള ആപ്പ് റെക്കമെൻഡേഷൻസ് വരുന്നുണ്ട്. സോ അവിടെ ഇവിടെ ആഡ്സ് ഉണ്ട്, ബ്ലോട്ട് വെയർസും ഉണ്ട്. നിങ്ങളുടെ മെയിൻ ഉദ്ദേശം ഗൂഗിൾ ക്രോമിൽ നെറ്റ് സർഫ് ചെയ്യുക, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം, വാട്സാപ്പ്, ഫേസ്ബുക്ക്, യൂട്യൂബിൽ അല്ലെങ്കിൽ നെറ്റ്ഫ്ലിക്സിലും ആമസോൺ പ്രൈമിലും ഹോട്ട്സ്റ്റാറിലേക്ക് വീഡിയോ കാണുക എന്നാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ. അങ്ങനെ ഇഷ്യൂസ് ഒന്നും വരാൻ പോകുന്നില്ല. അവിടെ ഇവിടെ സ്റ്റട്ടർസും ലാഗ്സ് വരുന്നുണ്ട്, കാരണം ഇതൊരു ബഡ്ജറ്റ് ഫോണാണ്. G35 ആണ് ചിപ്സെറ്റ്. സോ ഭയങ്കരമായ 100% സ്മൂത്ത് എക്സ്പീരിയൻസ് പ്രതീക്ഷിക്കേണ്ട. അവിടെ ഇവിടെ ലാഗൊക്കെ വരുന്നുണ്ട്, പക്ഷേ ബേസിക് റിക്വയർമെൻറ്റിന് വേണ്ടി ഓക്കെയാണ്. ഫോണിൻ്റെ ബാക്കിൽ കൊടുത്തിരിക്കുന്ന ക്യാമറ സെറ്റപ്പ് നോക്കിയാൽ ക്വാഡ് ക്യാമറ സെറ്റപ്പാണ് എന്ന് തോന്നുമെങ്കിലും ബേസിക്കലി ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ്. വേണമെങ്കിൽ സിംഗിൾ ക്യാമറ സെറ്റപ്പ് എന്ന് പറയാൻ പറ്റും, കാരണം സെക്കൻഡറി ക്യാമറ ഒരു VGA ക്യാമറ ആണെന്ന് തോന്നുന്നു. സോ ബേസിക്കലി സിംഗിൾ 13 മെഗാപിക്സൽ ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. ഇറ്റ്സ് ഓക്കെ. ഡീസൻറ്റ് ഫോട്ടോസ് കിട്ടുന്നുണ്ട്, അത്യാവശ്യം ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ട്. പക്ഷേ ബഡ്ജറ്റ് ക്യാമറ അല്ലെങ്കിൽ ബഡ്ജറ്റ് ഫോൺ ആയതുകൊണ്ട് ഞാൻ കൂടുതൽ ക്രിട്ടിസൈസ് ചെയ്യുന്നില്ല. പക്ഷേ ഇറ്റ്സ് ഓക്കെ. അത്യാവശ്യം നല്ല ലൈറ്റ് ഉണ്ടെങ്കിൽ, അതായത് ഔട്ട്ഡോർ ഒക്കെ ആണെങ്കിലും പിന്നെ ഇൻഡോറിലും നല്ല ലൈറ്റിംഗ് സെറ്റപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ ഇറ്റ്സ് ഓക്കെ. നല്ല ഫോട്ടോസ് കിട്ടുന്നുണ്ട്, ഡീസൻറ്റ് ഫോട്ടോസ് കിട്ടുന്നുണ്ട്. പക്ഷേ ലൈറ്റ് കുറയുമ്പം ഒരുപാട് ഗ്രെയിൻസ് ഒക്കെ കയറി വരുന്നുണ്ട്, ഗ്രെയിൻസ് ഉണ്ട്. പിന്നെ ഡീറ്റെയിൽസ് ഒക്കെ നല്ല രീതിയിൽ കുറയുന്നുണ്ട്. മാക്സിമം വീഡിയോ റെസൊല്യൂഷൻ 1080p at 30 FPS ആണ്.
ഇറ്റ്സ് ഓക്കെ, ഡീസൻറ്റ് വീഡിയോ ക്വാളിറ്റിയാണ്, കൂടുതലൊന്നും പ്രതീക്ഷിക്കരുത്. പിന്നെ ഒരു സ്ലോ മോഷൻ ഫീച്ചർ ഉണ്ട്, 480p ഒരു സ്ലോ മോഷൻ വീഡിയോ എടുക്കാനുള്ള ഫീച്ചറും കൊടുത്തിട്ടുണ്ട്. 8 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. ഞാൻ കുറച്ചുകൂടെ ബെറ്റർ ഫോട്ടോസ് പ്രതീക്ഷിച്ചിരുന്നു. കാരണം നമ്മുടെ ഒരു ഫോട്ടോ എടുക്കാൻ നോക്കുമ്പം ആ ഒരു സ്ക്രീനിൽ നല്ല ക്വാളിറ്റി, അത്യാവശ്യം നല്ല ക്വാളിറ്റി കാണിക്കുന്നുണ്ട്. പക്ഷേ ഫോട്ടോ എടുത്തു കഴിഞ്ഞ് ആഫ്റ്റർ പ്രോസസ്സിങ് ബിലോ ആവറേജ് ഫോട്ടോസാണ് വരുന്നത്. ക്ലാരിറ്റി ഒക്കെ കുറവാണ്. അത്യാവശ്യം ലൈറ്റ് ഉണ്ടെങ്കിൽ, നല്ല രീതിയിലുള്ള ലൈറ്റ് ഉണ്ടെങ്കിൽ ഇറ്റ്സ് ഓക്കെ. പക്ഷേ ലൈറ്റ് കുറയാൻ തുടങ്ങുമ്പോഴേക്കും ബ്ലൂ ടോണും പിന്നെ റെഡ് ടോണൊക്കെ അവിടെ നിന്ന് കയറി വരുന്നുണ്ട്. ഇൻഫിനിക്സ് അവരുടെ ഈ ക്യാമറ പ്രോസസ്സിങ് ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യാനിരിക്കുന്നു. കാരണം പണ്ടേ തൊട്ടേ എൻ്റെ ഒരു കംപ്ലയിൻ്റ് ആണ്, ക്യാമറ പ്രോസസ്സിങ് വളരെ മോശമാണ്, സ്പെഷ്യലി സെൽഫി ക്യാമറ പെർഫോമൻസ്. പിന്നെ ഇതൊരു ബഡ്ജറ്റ് ഫോൺ ആയതുകൊണ്ട് ആളുകൾ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. ഈ ഫോണിൻ്റെ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ ഇതിൻ്റെ ബാക്കിലാണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട്, ഫാസ്റ്റ് ആണ്, സെക്യൂർ ആണ്. ഫേസ് അൺലോക്കിൻ്റെ ഫീച്ചറും വരുന്നുണ്ട്, അതും ഫാസ്റ്റ് ആണ്, നോ ഇഷ്യൂസ്. ഡ്യുവൽ 4G വോൾട്ടി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, വൈഫൈ കോളിങ്ങിൻ്റെ സപ്പോർട്ട് ഉണ്ട്, ഡ്യുവൽ വൈഫൈ ബാൻഡിൻ്റെ സപ്പോർട്ട് ഉണ്ട്, FM റേഡിയോ വരുന്നുണ്ട്, വൈഡ് വൺ L3ൻ്റെ ആണ് സപ്പോർട്ട്, ക്യാമറ ടു API സപ്പോർട്ട് കിട്ടുന്നുണ്ട്. സാർ വാല്യൂ അണ്ടർ ലിമിറ്റ് ആണ്. ഫോണിൻ്റെ ഹെഡ്ഫോൺ ജാക്ക് പെർഫോമൻസ് ഡീസൻ്റ് ആണ്. പിന്നെ ഡെഡിക്കേറ്റഡ് ആയ സ്പീക്കർ വരുന്നില്ല. സോ ഇതിലുള്ള ഇയർ പീസാണ് സ്പീക്കറായിട്ട് വർക്ക് ചെയ്യുന്നത്. സോ ഇയർ പീസ് സ്പീക്കറായിട്ട് വർക്ക് ചെയ്യുന്നതുകൊണ്ട് അത്രയും ക്വാളിറ്റി പ്രതീക്ഷിച്ചാൽ മതി. ഈ ഫോണിൽ 6000 mAh ഒരു വലിയ ബാറ്ററി കൊടുത്തിട്ടുണ്ട്. പക്ഷേ കിട്ടുന്ന ചാർജർ 10 വാട്ടിൻ്റെ ചാർജറാണ്. സോ തീർച്ചയായിട്ടും ഇതൊരു ഫാസ്റ്റ് ചാർജിങ് ഫോണല്ല. ഏകദേശം 3.5-4 മണിക്കൂറെങ്കിലും എടുക്കും ഫുൾ ചാർജ് ആവാൻ വേണ്ടി. ഓവർനൈറ്റ് ചാർജിങ് ആയിരിക്കും ബെസ്റ്റ് ഓപ്ഷൻ. 10,000 അല്ലെങ്കിൽ 9,000 താഴെയുള്ള ഈ പ്രൈസ് സെഗ്മെൻറ്റിൽ, അല്ലെങ്കിൽ ഈ ഒരു ബഡ്ജറ്റ് പ്രൈസ് സെഗ്മെൻറ്റിൽ ഇൻഫിനിക്സിൻ്റെ വേറെയും ഫോൺസ് ഉണ്ട്. ഓൾമോസ്റ്റ് സെയിം ഫീച്ചേഴ്സും സെയിം സെറ്റപ്പ് ഉള്ള വേറെ ഫോൺസും ഉണ്ട്. ആ ഒരു ഗ്രൂപ്പിലേക്ക് ഒരു ഫോൺ കൂടി വന്ന് ചേർന്നു. അതാണ് ഇൻഫിനിക്സിൻ്റെ ഹോട്ട് 10 Play. ഈ ഫോണിൻ്റെ മെയിൻ ഹൈലൈറ്റ്സ് നോക്കുകയാണെങ്കിൽ വലിയൊരു ഡിസ്പ്ലേ, വലിയൊരു ബാറ്ററി, പിന്നെ ഒരു എൻട്രി ലെവൽ ഗെയിമിംഗ് ചിപ്സെറ്റ്, അതായത് ഹീലിയോ G35. സോ നിങ്ങൾ ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റ്, അതായത് 10,000 അല്ലെങ്കിൽ 9,000 താഴെയുള്ള പ്രൈസ് സെഗ്മെൻറ്റിൽ ഈ 3 ഫീച്ചേഴ്സ് ഉള്ള ഫോൺസ് നോക്കുന്നുണ്ടെങ്കിൽ നോക്കാവുന്ന ഒരു ഫോൺ തന്നെയാണ് ഇൻഫിനിക്സിൻ്റെ ഹോട്ട് 10 Play. ഓക്കെ, സോ ബാക്കി നിങ്ങളുടെ കമൻറ്റും നിങ്ങളുടെ ഒരു ഫീഡ്ബാക്ക് താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. ഈ വീഡിയോയിൽ ഇത്ര മാത്രം. അടുത്ത വീഡിയോയിൽ നമ്മൾ വീണ്ടും കാണുന്നവരെ, ദിസ് ഇസ് യുവർ ഫ്രണ്ട് മിസ്റ്റർ ഓഫ് ടെക് സൈനിങ് ഓഫ്. ഗുഡ് ബൈ.